പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും സന്ദേശവുമായി ഈസ്റ്റർ ആഘോഷം. മൃതരിൽ നിന്നും ഉത്തിരനായി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുരിശുമരണത്തിന്റെ 3-ാം നാൾ യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ഈസ്റ്ററിനെ വരവേറ്റത്. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം പുതിയ പ്രതീക്ഷകളുടെ ആത്മബലവുമായാണ് ഈസ്റ്റർ എത്തുന്നത്. 50 നോമ്പ് പൂർത്തിയാക്കിയാണ് ഉയർപ്പ് തിരുനാളിൻ്റെ പ്രതീക്ഷാ നിർഭരമായ പുലരിയിലേക്ക് വിശ്വാസികൾ കടന്നിരിക്കുന്നത്. ഈസ്റ്ററിനോടനുബന്ധിച്ച് വിവിധ പള്ളികളിൽ പുലർച്ചെ വരെ നീണ്ട പ്രാർത്ഥനാ ശുശ്രൂഷകളും ഈസ്റ്റർ തിരുക്കർമ്മങ്ങളും നടന്നു. പാലാ കത്തീഡ്രലിൽ ഉയർപ്പു തിരുനാളിലെ പ്രത്യേക തിരുക്കർമ്മങ്ങൾക്ക് ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി വിശ്വാസികൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. നിങ്ങളുടെ മക്കളുടെ ശുശ്രൂഷ 4-5 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണെന്നുള്ള ആ ഒരു ലേബലിൽ ചിലരെങ്കിലും ചെയ്യുന്നില്ല. അതിൽ നമ്മൾ ആ തെറ്റുകൾ കണ്ടെത്തണം, ഗൗരവമായ തിരുത്തലുകൾ അവർക്ക് കൊടുക്കണം. ഈസ്റ്റർ ഐസ് വേണ്ടത് അറിയാണ്. പൊതുവെ വിമർശന സ്വഭാവമുള്ള നമ്മളുടെ സമൂഹം വളരെയേറെ പുറകോട്ട് പോകുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ഏത് മനുഷ്യനും മറ്റുള്ളവരെ കാരണമില്ലാതെ കുറ്റം പറഞ്ഞ് വിധനായി നടത്തുമ്പോൾ മനുഷ്യൻ്റെ മനസ്സാക്ഷിക്ക് വിഷമമൊക്കെ ഉണ്ടാകും. അപ്പം നമുക്കത് ഈ സ്ഥാനത്തിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് മനസ്സമാധാനം എല്ലാവർക്കും ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. 50 നോമ്പിന് ശേഷം ഈസ്റ്റർ ആഘോഷത്തിന്റെ തിരക്കിലാണ് നാടും നഗരവും. രുചികരമായ ഭക്ഷണം തയ്യാറാക്കി കുടുംബാംഗങ്ങൾക്ക് ഒത്തുചേർന്ന് ഭക്ഷണം കഴിച്ച് ആഘോഷ തിരക്കിലേക്ക് നീങ്ങുകയായിരുന്നു ജനം. ഈസ്റ്റർ നൽകുന്ന പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്ദേശം ഉൾക്കൊണ്ട് ദേവാലയങ്ങളിലും വിവിധ സ്ഥലങ്ങളിലും ഈസ്റ്റർ ആഘോഷങ്ങൾ നടന്നു. പുത്തൻ പ്രതീക്ഷകളുമായി സൗഹൃദങ്ങൾ പുതുക്കി ആഘോഷങ്ങളിൽ മുഴുകുകയായിരുന്നു വിശ്വാസ സമൂഹം.